guys, welcome back to my YouTube channel ആട് ജീവിതം. ഇന്നലെ ആട്ടോ ഞാൻ ആട് ജീവിതം കണ്ടത്. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ആക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ ബ്ലസി എന്ന് പറയുന്ന ഫിലിം മേക്കറിനെ കുറിച്ചോ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ജഡ്ജ് ചെയ്യാനായിട്ട് ഞാൻ ആരുമല്ല. അപ്പം ഞാൻ ആസ് എ പ്രേക്ഷകൻ ഞാൻ ആ മൂവി കണ്ടപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് മാത്രമാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. നജീം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ആയുസിൻ്റെ പകുതി ജീവിച്ച ജീവിതമാണ് ഒരു 2 മണിക്കൂറിൽ നമ്മൾ പൃഥ്വിരാജിലൂടെ കാണുന്നത് അല്ലേ. പൃഥ്വിരാജ് പറയുന്ന ഒരു മഹാനടൻ അതിഗംഭീരമായിട്ടാണ് ഇതിൽ ഓരോ സീനും ആക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് എനിക്ക് മഹാനടൻ എന്ന് വിളിച്ചേ പറ്റുള്ളൂ, കാരണം അത്ര ഗംഭീരമായിട്ടാണ് ഓരോ സീനും അദ്ദേഹം ആക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ മൂവി കണ്ടിറങ്ങുന്ന നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തെ മഹാനടൻ എന്ന് വിളിക്കുന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയാനായിട്ട് എനിക്ക് വാക്കുകളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് പോലും നോക്കാതെ ആണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെയും തിയേറ്ററിലുള്ള ഓരോ ആൾക്കാരും ശ്വാസം അടക്കി പിടിച്ച് വളരെ സൈലന്റ് ആയിട്ടാണ് ഓരോ സീനും കണ്ടുകൊണ്ടിരുന്നത്. പൃഥ്വിരാജ് എന്ന ആക്ടർ മാത്രമല്ല, അതിൽ ആക്ട് ചെയ്ത എല്ലാ ആൾക്കാരും അത്രയും മനോഹരമായിട്ടാണ്, അത്രയും ഗംഭീരമായിട്ടാണ് ഓരോ സീനും ആക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ ഫ്രെയിമിലും വന്നിട്ടുള്ള ഓരോ ആൾക്കാരും നമ്മുടെ മനസ്സിൽ അത്രയും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അത് ഹക്കീമായാലും ഖാദിരി ആയാലും സൈനി ആയാലും എല്ലാവരും നമ്മുടെ മനസ്സിൽ ഒരിടം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് ബ്ലസി സാറിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില മാജിക്സ് ഉണ്ട് അല്ലേ. അത്തരം മാജിക്സുകൾ നമുക്ക് സിനിമയിലുടനീളം ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂടെ നമ്മുടെ എ റഹ്മാൻ സാറിൻ്റെ മ്യൂസിക് കൂടെ ആയാലും എങ്ങനെയുണ്ടാവും, അതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അല്ലേ. ആലിസ് ക്രിസ്റ്റിയുടെ ഒരു വീഡിയോ കാണാനിടയായിട്ടുണ്ടായിരുന്നു. അതിൽ ആലിസ് ക്രിസ്റ്റി പറയുന്നത് അവർ ആടുജീവിതം കാണാൻ പോയപ്പോൾ അവരുടെ തൊട്ടടുത്ത സീറ്റിൽ ഉണ്ടായിരുന്ന ഒരാൾ സ്റ്റാർട്ടിങ് പോലെ മൂവി ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അപ്പം അവരതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തു. അവർ ഇറങ്ങിപ്പോയി തിയേറ്ററിൻ്റെ റെസ്പോൺസിബിളായ ആൾക്കാരുടെ അടുത്ത് ഈ കാര്യം അവതരിപ്പിച്ചു. പക്ഷേ അവരുടെ അടുത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള ആക്ഷൻസും അവർക്ക് കിട്ടിയില്ല. അവർ സിനിമ കഴിയുന്നവരെ വെയിറ്റ് ചെയ്തു, അവർ വന്ന് എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ, പക്ഷേ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഇയാളുടെ വണ്ടി നമ്പറൊക്കെ നോക്കി വെച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയൊരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആലിസ് ക്രിസ്റ്റിനെ റിയലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഷീയുടെ ഗ്രേറ്റ് ജോബ്. അപ്പം നമ്മളെല്ലാവരും നമ്മളെ അനുഭവത്തിൽ ഇങ്ങനെ നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന കാണുമെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ റിയാക്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് ഇത്തരം ആൾക്കാരെ നമുക്ക് പൂർണ്ണമായിട്ടും സമൂഹത്തിൽ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് സാധിക്കുക. സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാരുടെ എഫേർട്ടാണല്ലേ, ഒരു കൂട്ടം ആൾക്കാരുടെ കൂട്ടായ്മയാണ് എഫേർട്ട്. എസ്പെഷ്യലി ഈ മൂവിയൊന്നും നമ്മൾ മൊബൈലിൽ കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയല്ല, നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു മൂവി തന്നെയാണിത്. അല്ലെങ്കിൽ നമ്മൾക്ക് OTT വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം, OTT വരുമ്പോൾ കണ്ടാലും ഓക്കെയാണ്. അല്ലാതെ ഇങ്ങനെ മൊബൈലിലൊക്കെ കാണേണ്ട ഒരു ടൈപ്പ് ഓഫ് മൂവിയല്ല ആടുജീവിതം എന്ന് പറയുന്നത്. നജീബിക്കനെ കുറിച്ച് 2 വാക്ക് പറയാതെ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല. സോ ആ മൂവി കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ ആ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം എത്രമാത്രം യാതനകളാണ് അനുഭവിച്ചത് എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരുന്നത്. നജീബിക്ക എന്ന് പറയുന്നത് ഒരു കുറേ ആൾക്കാരുടെ ഒരു റെപ്രസെൻറ്റേഷനാണല്ലേ. ഇന്നും ചിലപ്പോൾ ഇതുപോലെ കുറേ നജീബിക്കമാർ പല പല പേരിൽ പല പല രീതിയിൽ പല പല രാജ്യങ്ങളിൽ ഇന്നും ഉണ്ടാവും. സോ നമ്മളൊക്കെ എത്രമാത്രം ലക്ഷറിയസ് ലൈഫിലാണ് ജീവിക്കുന്നതെന്ന് ഇതുപോലുള്ള കഥകൾ കേൾക്കുമ്പോഴും ഇതുപോലുള്ള സിനിമകളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. എല്ലാ നജീബിക്കമാരും അവരുടെ പ്രിയപ്പെട്ടവരുടെ ഇടങ്ങളിലേക്ക് സർവൈവ് ചെയ്തെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.